രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ നോർത്തിലേക്ക് മാറുകയാണെങ്കിൽ ഇവിടെ ലീഗ് ആ സീറ്റ് ക്ലെയിം ചെയ്യുമെന്നൊക്കെ ചില റിപ്പോർട്ട്സ് ഉണ്ട്. അതുപോലെ അല്ല, ഒന്നും നമ്മൾ ഇന്ന സീറ്റ് എന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ആവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അത് ഞങ്ങളിതിൽ രണ്ടാം കക്ഷിയല്ലേ. രണ്ടാം കക്ഷിക്ക് എന്തുകൊണ്ട് 3 സീറ്റ് തരുന്നില്ല എന്നാണ് ചോദ്യം. അല്ല, എന്നാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഈ നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ താങ്കൾ ഈ കോൺഗ്രസിനെ ശക്തിയുക്തം ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസ് തിരിച്ച് ലീഗിനോട് അത്രയും അത്രയും അനുഭാവവും മമതയും കാണിക്കുന്നുണ്ട്. ഏറ്റവും പുതിയതായിട്ട് ഇന്ന് താങ്കൾ കൂടെ അറ്റൻഡ് ചെയ്യാനിരുന്ന ചർച്ചയിൽ ഇലക്ഷൻ വരികയാണ്. ലീഗ് 3ാമത്തെ സീറ്റ് ചോദിച്ചിട്ടുണ്ട്. ലീഗിന് എന്തുകൊണ്ട് 3ാമത്തെ സീറ്റിന് അർഹതയുണ്ടെന്ന് കോൺഗ്രസും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ തരില്ല എന്നാണ് പറയുന്നത്. അപ്പം എന്ത് ചർച്ച നടക്കുന്നില്ലുള്ളൂ, ചർച്ച നടക്കുന്നില്ലുള്ളൂ. അതും നമ്മളിപ്പോൾ ഇവർ ക്ഷേത്ര പരിപാടിക്ക് പോവോ ഇല്ലയെന്ന് അതിന് മുമ്പ് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത പോലെ ആയിപ്പോവും. അല്ല, 3ാം സീറ്റ് ലീഗ് മുമ്പും 3 സീറ്റ് വാങ്ങിയിട്ടുണ്ടല്ലോ. ലോക്സഭാ ഇലക്ഷൻ അങ്ങനെ 3ാമത്തെ സീറ്റ് ചോദിക്കുകയാണെങ്കിൽ ലീഗ് ഏത് സീറ്റാണ്? ഇല്ല, അങ്ങനെയൊന്നും നമ്മളത് ഞാൻ ചോദിക്കുന്നത് സാധ്യത കാണുന്ന സീറ്റ് ഏതാണ്? കേരളത്തിലെ 20 സീറ്റുകളിലേക്കുള്ളൂ. ലീഗാണ് 2 സീറ്റിൽ ഓൾറെഡി മത്സരിക്കുന്നത്. 3ാമതൊരു സീറ്റ് അല്ല, നമുക്ക് അങ്ങനെ ഒരു നമ്മൾ മുൻവിധിയോടുകൂടി ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഒരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ശരി ഏത് സീറ്റ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് സംസാരിക്കേണ്ട കാര്യമാണ്. അല്ല, ലീഗ് പിന്നെ 3 സീറ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ടല്ലോ. അല്ല, ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിതിൽ രണ്ടാം കക്ഷിയല്ലേ. രണ്ടാം കക്ഷിക്ക് എന്തുകൊണ്ട് 3 സീറ്റ് തരുന്നില്ല എന്നാണ് ചോദ്യം. അല്ല, എന്നാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ഇല്ലില്ല, ഇന്ന് വീണ്ടും ചർച്ചയുണ്ടല്ലോ. അല്ല, അവരും അവരുടേതായിട്ടുള്ള റീസൺസ് പറയുന്നുണ്ട്. കാരണം ഈ സാധാരണ നമ്മൾ പറയുമല്ലോ, സിറ്റിംഗ് സീറ്റിൽ അവരവർ മത്സരിക്കുക എന്നുള്ളതാണല്ലോ എപ്പോഴും എടുക്കുന്ന തിയറി. അപ്പോൾ അതായിരിക്കും അവർ പറയാം. രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ നോർത്തിലേക്ക് മാറുകയാണെങ്കിൽ ഇവിടെ ലീഗ് ആ സീറ്റ് ക്ലെയിം ചെയ്യുമെന്നൊക്കെ ചില റിപ്പോർട്ട്സ് ഉണ്ട്. അതുപോലെ അല്ല, ഒന്നും നമ്മൾ ഇന്ന സീറ്റ് എന്നൊന്നും പറഞ്ഞില്ല. സീറ്റിനെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് 3 സീറ്റ് വേണം എന്നുള്ളത് ഇപ്പോൾ പുറത്ത് വന്നല്ലോ. അതായത് ഞങ്ങൾ പറഞ്ഞ മറുപടി ഇതാണ്, ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ആവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അത് ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നിൽക്കുമല്ലോ. ആവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ല, അത് എന്താന്നുള്ള അവർ തീരുമാനിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് കേരള പൊളിറ്റിക്സിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ മൈനോറിറ്റി ഗ്രൂപ്പ്സ്. അത് ഞാൻ ലീഗിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല പറയുന്നത്. മൈനോറിറ്റീസ് സംഘടിച്ച് ബാർഗെയിൻ ചെയ്യുന്നു. ഈവൻ സംഘപരിവാരം റേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്. മെജോറിറ്റിക്ക് പലതും കിട്ടാതെ ഒന്നും മൈനോറിറ്റീസ് ബാർഗെയിൻ ചെയ്യുന്നു. അതിനൊരു ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം 5ാം മന്ത്രിസ്ഥാനമാണ്. 5ാം മന്ത്രി ഇപ്പോൾ 3ാം സീറ്റിനുള്ള ഡിമാൻഡ്. മൈനോറിറ്റീസ് അങ്ങനെ ഒരു ബാർഗെയിനിങ് എന്താണ് അത് എനിക്ക് പിടികിട്ടുന്നില്ല. മൈനോറിറ്റി അല്ലല്ലോ, ഞങ്ങളൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനല്ലേ. പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് 5ാം മന്ത്രി എന്ന് പറയുന്നത്, അതിന് മുമ്പ് ഞങ്ങൾക്ക് 4 മന്ത്രിയും ഒരു ചീഫ് വിപ്പും ഉണ്ടായിരുന്നു. ചീഫ് വിപ്പ് എന്ന് പറയുന്ന പോസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി. അത് പാർലമെൻ്ററി അഫയേഴ്സ് എന്ന് പറയുന്നൊരു സാധനമായിട്ട് മാറി. മിനിസ്ട്രി തന്നെ MM ഹാസൻ വന്ന സമയത്ത്. അപ്പോൾ ഈ 5 പൊസിഷൻ ഉണ്ടല്ലോ ഓൾറെഡി. അതിൽ പിന്നെ നമ്മളെന്താണ് ഒരു എക്സ്ട്രാ ചോദിച്ചു എന്ന് പറയുന്നത്?
അല്ല, അത് കോൺഗ്രസ് തന്നെയാണ് പ്രശ്നമായത്, നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പ്രശ്നം, പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതായത് മൈനോറിറ്റീസ് എന്ന് ഞാൻ പറയുന്നത് എന്താ ഞാൻ പറയുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിൽ ഇപ്പോൾ 3-ാം സ്ഥാനവും ഞങ്ങൾ പലപ്പോഴും വാങ്ങാറുണ്ട്. വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ പിന്നീട് അത് കോൺഗ്രസിന് നമ്മൾ തിരിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ചർച്ചയിൽ ഞങ്ങൾക്ക് 3 സീറ്റ് തരാറുണ്ട്. അപ്പോൾ അതൊരു പുതിയ കാര്യമല്ല. ആന്റണിയാണ് പറഞ്ഞത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അർഹമില്ലാത്ത പലതും വാങ്ങുന്നു. അത് അത് പക്ഷെ പുള്ളി ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായില്ല. ഇത് ചില ആൾക്കാരെ അതെന്നെ പറ്റിയാണ്, എന്നെ തന്നെ പറ്റിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വയം അതിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളെ പറ്റിയേ അല്ല. ഈ 2011 ലീഗിന്റെ ആദ്യത്തെ ലിസ്റ്റില് ഡോക്ടർ NK മുനീർ എന്നൊരു പേരില്ലാതിരുന്നു. രണ്ടാമത് വന്നതുകൊണ്ടാണ് ഈ 5ാം മന്ത്രി സ്ഥാനം എന്നൊരു താങ്കൾ ഇപ്പോൾ പറയുന്നത് നമ്മളിങ്ങനെ ബാർഗൈൻ ചെയ്യാറില്ല എന്ന്. ആ പറയുന്നതിൽ വൈരുദ്ധ്യമില്ല. അല്ല, ഞാനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയം ഉണ്ടായിട്ടില്ല. അതെന്താ വെച്ചാൽ അന്ന് ഈ പറഞ്ഞ 5ാം മന്ത്രി ഒരു കൺഫർമേഷൻ തരാൻ ഡിലേ ആയതുകൊണ്ട് പിന്നെ 5ാം മന്ത്രി വരാൻ വൈകിയെന്ന് മാത്രം. സമസ്തയുമായിട്ടുള്ള പ്രശ്നം, സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നത്തിൽ എന്താണ് പ്രശ്നം, എന്താണ് അതിന് ബേസിക്കലി എനിക്കും അറിയില്ല. കാരണം അത് മതസംഘടനകൾ തമ്മിലുള്ള വിഷയമാണ്. മുസ്ലിം ലീഗ് മതസംഘടനകളിലല്ലേ? മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? പക്ഷെ നമ്മുടെ ചിലരുടെയൊക്കെ പ്രസ്താവനയാണ് അതിനൊന്ന് വഷളാക്കിയെന്ന് തോന്നുന്നു. ഏത് ഈ ലീഗ് സമസ്തയും തമ്മിലുള്ള ഇഷ്യൂ ഇങ്ങനെ നിൽക്കുമ്പോഴും ചില പ്രസ്താവനകൾ ജഫ്രിതങ്ങളിലെതിരായിട്ട് വന്ന നമ്മുടെ പ്രസ്താവന അല്ല, എനിക്ക് തോന്നുന്നു അതെല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഒന്നും പ്രശ്നമൊന്നുമില്ല. അതിന് നമ്മൾക്കറിയാലോ, ആരെങ്കിലും ഒരു സംഘടനയിൽ ഏതെങ്കിലും ഒരാൾ നടത്തുന്ന പ്രസ്താവന അത് ആ പ്രസ്ഥാനത്തിന് മുഴുവൻ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ വരുന്ന പ്രശ്നങ്ങളാണ്. അല്ലാതെ ടോപ്പ് ആളുകൾ തമ്മിലൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. കാരണം അതിൽ ഞങ്ങളും എടുത്ത നിലപാട് തന്നെയാണ്. ഒരു മതസംഘടനയെ ഒരു ഭരണകൂടം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ AKG സെൻറ്ററിലേക്ക് അവരെ വിളിച്ചിട്ടില്ലല്ലോ. അവരെ വിളിച്ചത് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി ആരാവട്ടെ, അദ്ദേഹം വിളിച്ചാൽ അവർക്ക് പോകേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളുമായി മുഖ്യമന്ത്രിയെ കാണേണ്ടി വരുമല്ലോ. അതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നരേന്ദ്രമോദിയുടെ മുന്നിൽ കൊടുക്കേണ്ട റെപ്രസെൻറ്റേഷൻ അവിടെ പോയിട്ട് കൊടുക്കണ്ടേ? അപ്പോൾ അതിനൊന്നും ലീഗ് വളരെ സങ്കുചിതമായിട്ടൊന്നും കാണുന്നില്ല. പിണറായി വിജയനും സമസ്തയും തമ്മിൽ ഉണ്ടാകുന്ന ഇക്വേഷനിൽ ലീഗിന് ബജാറൊന്നുമില്ല. ഇക്വേഷനല്ലേ ഞാൻ പറയുന്നത്. ആസ് എ ചീഫ് മിനിസ്റ്ററാണല്ലോ അദ്ദേഹം വിളിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എൻ ഇക്വേഷൻ. അത് ഭരണാധികാരിയും അവിടുത്തെ ഒരു പ്രസ്ഥാനവും തമ്മിലുള്ള പിന്നെ അവരുടെ ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നുള്ളത് മാത്രം. ഞങ്ങൾ അവരെ വിളിച്ചതിനും കുറ്റം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിച്ചത് ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ നിയമസഭ പാസ്സാക്കിയൊരു സാധനമാണല്ലോ ബില്ല് അല്ലേ. ആ ബില്ലിൻ്റെ ചർച്ചയിലുടനീളം സംസാരിച്ച ഒരു സംഘടനയും ഇത് PSCക്ക് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അമെൻമെൻറ്റ് കൊണ്ടുവന്ന സംഘടന അതിൻ്റെ മറുപടി പ്രസംഗത്തിലെന്ന് കുഞ്ഞാലിക്കുട്ടി വളരെ കൃത്യമായി എല്ലാം സംസാരിച്ചിരിക്കുന്നൊരു സംഘടനയെ കംപ്ലീറ്റ് വിസ്മരിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾ റേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് അവരെ കൂടെ വിളിക്കണമെന്നില്ല,
നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ എന്താ സംഭവം, ഞങ്ങളത് പിൻവലിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറയുന്നതിന് പകരം അദ്ദേഹമാണ് ശരിക്കും പൊളിറ്റിക്കലി ഇതിനെ, പിണറായി വിജയൻ അതിന് പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട്, പക്ഷേ ഇവർ വിളിക്കുമ്പോൾ ഇവർക്ക് പോകാതിരിക്കാനും പറ്റില്ല. എനിക്കൊന്ന് പൊളിറ്റിക്കൽ കേരളത്തിൽ കാണുന്നത് താങ്കൾ വിശദീകരിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ടല്ല. അതിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജി ഉണ്ട്. കാരണം CPM കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടെങ്കിലും മൈനോറിറ്റീസിനെ മൂവ് ചെയ്യുന്നത്, മൈനോറിറ്റീസിനെ ആകർഷിക്കുന്നത്. ഇപ്പോൾ ലീഗിലൂടെ അല്ലാതെ എങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആകർഷിക്കാമെന്ന് CPM നന്നായി പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് CPM-ന് ലീഗ് വേണ്ടാതെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടെ വരും എന്ന്. അത് EMSൻ്റെ കാലത്ത് പരീക്ഷിച്ച് പരാജയപ്പെട്ടൊരു സാധനമാണ്. EMS എന്ന ലീഗിന് പുരോഗതി പോരാന്നൊക്കെ പറഞ്ഞ് EMSനെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു പ്രോഗ്രസീവ് ലീഗ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഒരു എടശ്ശേരി മൗലവി മറ്റായിരുന്നു, അദ്ദേഹത്തെ സ്റ്റേറ്റ് പ്രസിഡൻ്റൊക്കെ ആക്കി, ഇമ്പിച്ച് ബാവയൊക്കെ വെച്ചിട്ട് ഭയങ്കര മൂവ്മെൻ്റായിരുന്നു. അപ്പോൾ ലീഗുള്ള സ്ഥലത്തൊക്കെ സംഘടന ഉണ്ടാക്കി. പക്ഷേ അവസാനം EMS 67 ആയപ്പം ലീഗിനെ തന്നെ അങ്ങോട്ടെടുത്തു. അപ്പോൾ പ്രോഗ്രസീവ് ലീഗുകാർ പോയി ചോദിച്ചു, ഞങ്ങളെന്താ ചെയ്യേണ്ടത്, നിങ്ങൾ പിരിച്ചുവിട്ടേക്കുന്നു. ഇവർ യൂസ് ആൻഡ് ത്രോ ആണ്. നിങ്ങൾക്കിപ്പം നിങ്ങൾ ആവശ്യമുണ്ടോ, അതിൽ യൂസ് ചെയ്യും. അതാണ് ലീഗിനെ അന്ന് ലീഗിനെ മാറ്റി സമസ്തയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അട്ടിപ്പേറ അവകാശമില്ല. ഇപ്പോൾ പറയുന്ന പലസ്തീനിലും മറ്റും ലീഗ് വാങ്ങും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണമല്ലോ. ഇറ്റ്സ് എന്താണ് ഒരു പ്രാഗ്മാറ്റിക് പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നൊരു സാധനം. ഞങ്ങൾ അവകാശപ്പെട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഒരിക്കലും സമുദായത്തിൻ്റെ മൊത്തം ചില്ലറയായിട്ടുള്ള എല്ലാ കാര്യവും ഞങ്ങളാ ചെയ്ത്. മാത്രമല്ല സമുദായത്തിൻ്റെ മാത്രം വിഷയമല്ലല്ലോ. ഞങ്ങൾ ഭരണകർത്താക്കളായിരുന്ന സമയത്ത് സമുദായത്തിൻ്റെ കാര്യമാണോ ചെയ്യുന്നത്? ഞാൻ പൊതുമരാമത്ത് മന്ത്രി, നമുക്ക് സമുദായത്തിൻ്റെ കാര്യമാണോ പൊതുമരാമത്ത്? ശരി, ഒരു മുസ്ലിം റോഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. നമുക്ക് എല്ലാവരും സഞ്ചരിക്കുന്ന റോഡാണ് ഉണ്ടാക്കിയത്. ശബരിമലയിലേക്കുള്ള റോഡ് ഞങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഈ CPM നറേറ്റീവിനെ പൊളിച്ചെഴുതാനുള്ളൊരു ശ്രമം UDF-ന്റെയും ലീഗിന്റെയും ഭാഗത്തുനിന്നില്ലല്ലോ. ആരെ? CPM-നെ? CPM ഒരു കപട ന്യൂനപക്ഷ പ്രേമം കാണിക്കുന്നുണ്ട്. അത് ഞങ്ങൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലത്തും അത് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ നോക്കും. മൈനോറിറ്റീസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിൽ, പിന്നെ ഇപ്പം ലീഗ് മലപ്പുറത്താണല്ലോ ഏറ്റവും കൂടുതൽ. അവിടെ ഞങ്ങളുടെ ബേസൊന്നും പോയിട്ടില്ലല്ലോ. പക്ഷെ നമ്മുടെ ഒരു പല ലീഗിന്റെ പരമ്പരാഗത മണ്ഡലങ്ങൾ തന്നെ അത് വേറെയും പല റീസൺ, അതൊക്കെ പല റീസൺസാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടി ഉള്ളതുകൊണ്ടുള്ള റീസൺസ് ഒന്നുമല്ല. പല സ്ഥാനാർത്ഥികൾ പരാജയപ്പെടാൻ പല കാരണങ്ങളുമുണ്ട്. ഒന്നും നടക്കുന്നില്ല. സേഫാ. നമ്മുടെ വോട്ട് ഷെയറിലേക്ക് ഈറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് വേണ്ടേ? ഏതാ? CPM നമ്മുടെ വോട്ട് ഷെയർ ഈറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ. അല്ല, ഞാൻ പറയുന്നത് അതൊക്കെ നമുക്ക് അത് ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അത് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അത് വ്യക്തമാവും.